കിട്ടി, ശരിക്കും കിട്ടി. അപ്പോ ഞാൻ ആളെന്ന് വിളിച്ചപ്പോ പേഴ്സണലായിട്ട് അവനൊരു എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യൂല. അവനക്ക് എന്നായിട്ട് റിയേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. എടാ കൺമശിക്കുണ്ടാ, നീ തുണിയില്ലാതെ നാളെ ലൈവിൽ ഇരുന്നാൽ പോലും എന്റെ ഗെയിം കളിക്കുമ്പോൾ വാച്ചിങ് നിനക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ആണെന്ന് വിളിച്ചത് സിംപ്ലിഫൈ ചെയ്ത ആള്, നോർമലൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതൊക്കെ അതിന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ. വേറെ ആരാണ്ട് വീട്ടുകാരെ കുടുംബക്കാരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. എന്നാ പിന്നെ അനുഭവിച്ചോട്ടാ. പക്ഷെ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തയ്ക്കും എന്റെ തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. വിളിക്കും. നിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ? എന്റെ പൊന്ന് രവീന്ദ്രേട്ടാ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമല്ലടാ, നിങ്ങളുടെ ചോദിച്ചത് ഇവൻ പട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് പട്ടി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ചില്ലറ കഴയല്ല അവന്റെ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. ഏതോ അടിയെന്ന് പറയുമ്പോ വിളിച്ചിട്ട് എനിക്ക് ഇതുണ്ട് അതുണ്ട്. നീ വലിയ ആളാണ്. ആര് വിളിച്ചിട്ട്? ആരാ വിളിച്ചേ? നിന്നെ വിളിച്ചിട്ട് അതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്പർ മറക്കണ്ട, ഞങ്ങളും തന്നതേ ചോറ് തന്നെയാ. മണവാൾ എന്ന് പറയുന്ന അക്കൗണ്ടിനകത്തുനിന്ന് വന്നതാ. ഹലോ എന്ന് പറഞ്ഞ ആദ്യം ഒരു മെസ്സേജ് വന്നു, രണ്ടാമത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഓഡിയോ കോൾ 2 വട്ടം വിളിച്ചു, ഞാൻ എടുത്തു, സംസാരിച്ചു. ബ്രോ പറയുമ്പോ എല്ലാം പറയണ്ടേ? ആരാ വിളിച്ചത്, ആരാ? ഇത് എന്ത് പിശാചികളാണ്, ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. എന്റെ അടുത്ത് വയല അറിയാതൊരു വാണം എന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞ സോറി ഒക്കെ ഞാൻ ക്ഷമയൊക്കെ. എനിക്ക് ഈ മാതിരി ഇതിന്റെ കാര്യം എനിക്കറിയില്ല. ആണോ? അപ്പൊ അറിയാതെ നിന്റെ തന്ത എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അത് അറിയാതെ വന്നു പോയതാ. അപ്പൊ ഞാൻ ബ്രോ എന്നെ അറിയാതെ വാണമെന്ന് മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാനും അറിയാതെ തന്തയ്ക്ക് പറഞ്ഞു പോയി. കഴിഞ്ഞു. ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അറിയില്ല, എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല. എന്റെ തന്തയ്ക്ക് വിളിക്കാൻ മാത്രം പൂറി പോലെ നീ ആരാമാരാ ഓക്രിത്തരം കാണിച്ച ഇങ്ങനെയായിരിക്കും വീട്ടിലിരിക്കുന്നവരൊക്കെ കേൾക്കേണ്ടി വരും മച്ചാനെ. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ കാലന് വഴി തെറ്റില്ലടാ. ആയിക്കോട്ടെ. ശരി, അച്ചിലോക്കി കുറിതൊട്ട വാണവേ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. തൽക്കാലം ഇത്രയും മതി.